ഇതുപോലെ നമ്മളെ വീടും സ്ഥാപനവും ഒക്കെ അലങ്കരിക്കാൻ നമ്മൾ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ മുടക്കിയിട്ട് വാങ്ങുന്ന ഫാൻസി ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം LED പാനലും ഡ്രൈവറൊന്നും കിട്ടാത്തത് കൊണ്ട് ഇനി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് പുതിയത് വാങ്ങാൻ ഓടണ്ട കേട്ടോ. സാധാരണക്കാർക്കും ഇലക്ട്രീഷ്യന്മാർക്കും എല്ലാം ഇതിൽ കാണിക്കുന്ന പോലെ പൊള്ളിയായിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ പ്രയോഗിച്ച കേടായ ലൈറ്റുകളെല്ലാം ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാം. ഹമീദ് ഓർബിറ്റ് ആണ്. കിഡിലനായിട്ടുള്ള നമ്മുടെ ട്രിക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർ വീഡിയോകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല വിലപിടിപ്പുള്ള ക്രിസ്റ്റൽ ഗ്ലാസ് ഒക്കെയുള്ള സ്റ്റൈലനായിട്ടുള്ള ഒരു ഫാൻസി ലൈറ്റ് ആണ്. എന്ത് ചെയ്യാം, മരിച്ചു പോയില്ലേ എന്ന് കരുതിയിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ജീവിപ്പിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേ സീലിംഗിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ഗോൾഡ് കളറിലുള്ള കിഡ്ക്കാച്ചൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വിടാൻ തോന്നിയില്ല. അപ്പൊ പിന്നെ ഇത് റെഡിയാക്കുന്നത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. സംഗതി ഇതിന്റെ ആദ്യത്തെ പവർ സപ്ലൈ അടിച്ചു പോയപ്പോൾ അവർ വേറെ വോൾട്ടേജ് വ്യത്യാസമൊക്കെ ഉള്ള പവർ സപ്ലൈ ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ മൊത്തമായിട്ട് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇതിന്റെ ഗ്ലാസ് ലോക്ക് ടൈപ്പ് ആണുള്ളത്. ഇങ്ങനെ ഇടത്തോട്ട് തിരിച്ചിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള LED പാനലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ വൈറ്റും വാമും കളറുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു LED പാനലാണുള്ളത്. ഇതൊക്കെ എന്തായാലും അടിച്ചു പോയി. അപ്പൊ ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ഇതിൽ ആദ്യത്തേതിനേക്കാൾ പൊളിയായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉള്ള ഒരു കിഡ്ക്കാച്ചി ഐറ്റം ആക്കിയിട്ട് ഇതിനെ എങ്ങനെ മാറ്റാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ആദ്യം ഇതിലുള്ള LED പാനൽ നമുക്ക് അഴിക്കണം. ഇതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ത്രെഡുള്ള ട്യൂബിലൂടെയാണ് ഇതിലേക്കുള്ള കണക്ഷൻ വയറുകൾ വരുന്നത്. അതിൽ തന്നെയാണ് ഈ പാനലും ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നെറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള 3 വയറുകൾ സോൾഡറിംഗ് ഒക്കെ വേർപ്പെടുത്തിയിട്ട് ഈ LED പാനൽ നമുക്ക് ഊരിയെടുക്കാം. ഇതിൽ 3 വയറുകൾ കണക്ട് ചെയ്ത് 2 കളറുകളിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നിലവിൽ ഇതിൽ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ആദ്യത്തെ ഡ്രൈവറിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് കളർ മാറിക്കൊണ്ടിരുന്നത്. എന്നാലേ ഇനി നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള ഏത് കളറിലും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കളർ മാറുന്ന രീതിയിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് കളറുകൾ കിട്ടുന്ന റെയിൻബോ LED ബൾബിന്റെ DOB പാനലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കളർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സംശയമില്ല. അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതിന് നിങ്ങൾ കണ്ടോ, ആകെ 2 കണക്ഷൻ മതി. അപ്പോൾ ഇതിൽ 3 വയറുണ്ടല്ലോ, അതെങ്ങനെ കണക്ട് ചെയ്യുമെന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. അതെല്ലാം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതിന്റെ മുമ്പ് ആദ്യം നമുക്ക് ഈ LED പാനൽ എങ്ങനെ ഉറപ്പിച്ചു വെക്കാമെന്ന് നോക്കാം. ഇത് വളരെ ചെറിയൊരു പാനലായതുകൊണ്ട് തന്നെ ചൂടായിട്ട് കേടാകാതിരിക്കാൻ എന്തായാലും ഹീറ്റ് സിങ്ക് വെക്കണം. ഇതിന് പാകത്തൊരു ഹീറ്റ് സിങ്ക് തെരഞ്ഞു പിടിക്കുന്നതും വെട്ടി ഉണ്ടാക്കുന്നതും ഒക്കെ മെനക്കെട്ട് പിടിച്ച പണിയാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച ഈ പ്രശ്നം സിമ്പിൾ ആയിട്ട് പരിഹരിക്കാം. ഐഡിയപരമായിട്ട് നീങ്ങിയ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല ഫ്രണ്ട്സ്. ആദ്യത്തെ LED പാനൽ ഈ നടുവിലെ നെറ്റിൽ മാത്രമാണ് ഉറപ്പിച്ചു വെച്ചിരുന്നതെങ്കിലും ഇതിന്റെ ഉള്ളിൽ 3 കുറ്റികൾ നിങ്ങൾ കണ്ടോ. ആദ്യത്തെ LED പാനലിൽ അതിന് കൃത്യമായിട്ട് വരുന്ന രീതിയിൽ ഹോളുകളുമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പുതിയ DOB പാനൽ പഴയ LED പാനലിനെ തിരിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ കണക്ഷനുകൾ കൊടുക്കാം. എന്നിട്ട് ഫിറ്റിങ്ങിന്റെ ട്രിക്ക് കാണിച്ചു തരാം. ഇത് നോക്കൂ, ഈ പുതിയ മൾട്ടി കളർ LED പാനലിൽ L എന്നും N എന്നും 2 കണക്ഷൻ പോയിന്റുകൾ നിങ്ങൾ കണ്ടില്ലേ. ഇത് രണ്ടും ഈ പാനലിലേക്ക് നേരിട്ട് 230 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇതിലെ N എന്ന പോയിന്റിലേക്ക് നമ്മൾ ആദ്യത്തെ വയറിലുള്ള ബ്ലൂ വയർ ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി L എന്ന പോയിന്റും 2 വയറുകളും ബാക്കിയുണ്ട്. ഇവിടെ നമുക്കിനി ഒരു വയറിന്റെ ആവശ്യമേ ഉള്ളെങ്കിലും 2 വയറുകൾ ബാക്കിയുള്ളത് കൊണ്ട് ഈ ബ്രൗൺ വയറും വൈറ്റ് വയറും തമ്മിൽ ജോയിന്റ് ചെയ്തിട്ട് വയർ ഗേജ് കൂട്ടിയിട്ട് നമ്മൾ L എന്ന പോയിന്റിലും ഇതുപോലെ സോൾഡർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ DOB പാനലിലേക്കുള്ള 2 കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിന്റെ അലുമിനിയം ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 3 കുറ്റികളിലേക്ക് അതിന് പാകത്തെ 3 വാഷറും സ്ക്രൂകളും എടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. പുതിയ പാനൽ ഇളകി പോരാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് സ്ക്രൂ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി. പക്ഷെ LED പാനലിൽ ഇങ്ങനെ വാഷറിട്ട് മുറുക്കുമ്പോൾ അത് LEDകളുടെ വശങ്ങളിലുള്ള കണക്ഷനിലും PCB പ്രിന്റിലും ഒന്നും ടച്ച് ആകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഷോർട്ട് ആവും, പിന്നെ പണി കൂടും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, പെർഫെക്റ്റ് ഫിറ്റിംഗുമായി ഒരിക്കലും ചൂടായി കേടാകാത്ത രീതിയിലുള്ള നല്ല വലുപ്പമുള്ള ഹീറ്റ് സിങ്കുമായി. ഇനി നമുക്ക് ചെറിയ പണി കൂടി ബാക്കിയുണ്ട്. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ വയറിന്റെ അറ്റത്ത് ആദ്യത്തെ കേടായ LED ഡ്രൈവർ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അത് ഇനി നമുക്ക് ആവശ്യമില്ല. അതൊക്കെ ഇനി നമുക്ക് വലിച്ചു വരച്ച് കളയാം. പിന്നെ നമ്മുടെ LED പാനലിൽ കണക്ട് ചെയ്തതുപോലെ തന്നെ സപ്ലൈയുടെ ഒരു ലൈന് ഈ ബ്ലൂ വയറിലേക്കും രണ്ടാമത്തെ ലൈന് ബ്രൗൺ വയറും വൈറ്റ് വയറും കൂടി ജോയിന്റ് ചെയ്തിട്ട് അതിലേക്കും കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ സിമ്പിൾ സെറ്റിംഗ്സുകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്കിത് ഗ്ലാസ് അടക്കാം. ഇത് തൂക്കിയിടുന്നതിന്റെ വയറിന്റെ നീളം നമുക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ഈ പ്ലാസ്റ്റിക് നെറ്റ് ലൂസാക്കിയിട്ട് മാറ്റം വരുത്താൻ പറ്റും. ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു 2 പിൻ വയർ ഇതിലേക്ക് കണക്ട് ചെയ്ത് ജോയിന്റുകൾ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ ട്രിക്കുകൾ പ്രയോഗിച്ചാൽ നിങ്ങൾ ഒഴിവാക്കി വെച്ചിരിക്കുന്ന പല ഉപകരണങ്ങളും നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സപ്ലൈ കണക്ട് ചെയ്ത് ഞാൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ലൈറ്റ് പൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ കളറുകൾ എങ്ങനെ മാറ്റാമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഇതിലേക്ക് പോകുന്ന നിങ്ങളുടെ സ്വിച്ച് ബോർഡിൽ തന്നെയുള്ള സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ
ഇതിന്റെ മോഡ് മാറും. ഇപ്പൊ കണ്ടില്ലേ, ലൈറ്റുകൾ മാറി മാറി വരുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ അടുത്ത മോഡിലേക്ക് മാറും. ഇങ്ങനെ കളറുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്ന രീതിയിലും ഏതെങ്കിലും ഒരു കളറിൽ തന്നെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലും എല്ലാം ഈ സ്വിച്ചിൽ തന്നെ നിങ്ങളുടെ മൂഡിനനുസരിച്ച് മോഡുകൾ മാറ്റാം. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, ഉപയോഗമില്ലെന്ന് കരുതിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന എല്ലാ ലൈറ്റുകളും പോയിട്ട് ഇപ്പൊ തന്നെ റിപ്പയർ ചെയ്തോളൂ. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇതുപോലത്തെ സ്പെയർ പാർട്സുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ ഈ QR കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്കോ വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഇതുപോലത്തെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ തന്നെ കമന്റിലൂടെ അറിയിക്കുക.